നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും കല്ലിയൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദു ജി കുമാർ സംസാരിക്കുന്നു. നട്ടെല്ലിനും അതിനോട് ചേർന്നുള്ള പേശികളിലും ഉണ്ടാകുന്ന വേദനയാണ് നടുവേദന. 33 കശേരുക്കളുടെ ഒരു ശൃംഖലയാണ് നട്ടെല്ല്. കഴുത്തിന് പിന്നിലുള്ള 7 സെർവൈക്കൽ വെർട്ടിബ്ര, ഉരസിന് പുറകിലുള്ള 12 തൊറാസിക് വെർട്ടിബ്രെ, ഇടുപ്പിന് പിന്നിലുള്ള 10 ലംബാർ ആൻഡ് സേക്രൽ വെർട്ടിബ്ര, നട്ടെല്ലിന് കീഴറ്റത്തുള്ള 4 കോക്സിജൽ വെർട്ടിബ്ര എന്നിങ്ങനെ 5ആയി ഈ കശേരുക്കളെ തരംതിരിച്ചിട്ടുണ്ട്. ഇവയുടെ ഇടയ്ക്കുള്ള ഇലാസ്റ്റിക് സ്വഭാവമുള്ള ഡിസ്കുകളാണ് നട്ടെല്ലിന്റെ ചലനങ്ങളെ സഹായിക്കുന്നതും ആഘാതങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതും. 33 കശേരുക്കളുടെ ഒരു ശൃംഖലയാണ് മനുഷ്യന്റെ നട്ടെല്ല്. ഇവയകന്ന് കശേരുക്കൾ തമ്മിലുള്ള ഉരസൽ ഒഴിവാക്കുന്നതിന് ഡിസ്കുകൾ സഹായകമാകുന്നു. ഇവയുടെ സ്ഥാനഭ്രംശം അഥവാ സ്ലിപ്പ് ഡിസ്ക്, പ്രൊലാപ്സ്ഡ് ഡിസ്ക് എന്നിവ പ്രധാനമായും നടുവേദനയായി അനുഭവപ്പെടുന്നു. ഇടുപ്പിന്റെ പിൻഭാഗത്തുള്ള വേദനയാണ് അധിക പേരിലും ഉണ്ടാകുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ടാണ് പലരിലും നടുവേദന കണ്ടുവരുന്നത്. നട്ടെല്ലിന് ആയാസമുണ്ടാകുന്ന രീതിയിൽ അധിക സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും, ഇരുചക്രവാഹനങ്ങളിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്നവരിലും, ചുമട്ടുതൊഴിലാളികളിലും എന്നുവേണ്ട സോഫ്റ്റ്വെയർ മേഖലയിൽ ജോലി ചെയ്യുന്നവരുൾപ്പെടെ പലരിലും ഇത്തരത്തിലുള്ള നടുവേദന കണ്ടുവരുന്നു. ഏറെ നേരം കുനിഞ്ഞുനിന്ന് ജോലി ചെയ്യേണ്ടുന്നവരിൽ നട്ടെല്ലിലെ അസ്ഥികൾക്കും മാംസപേശികൾക്കും ആയാസം നേരിടുന്നതിനാൽ ക്രമേണ അസ്ഥികളുടെ ഘടനാപരമായ വൈകല്യവും അസ്ഥിക്ഷയവും മാംസപേശി ദൗർബല്യവും സംഭവിക്കുന്നു. അമിതവണ്ണം ഉള്ളവരിലും ശരീരത്തിന്റെ അമിതഭാരം നട്ടെല്ലിൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം നടുവേദനയ്ക്ക് കാരണമാകുന്നു. ആർത്തവ സംബന്ധമായും ഗർഭകാലത്തും പ്രസവാനുബന്ധമായും ആർത്തവ വിരാമത്തോട് ചേർന്നും സ്ത്രീകളിൽ നടുവേദന കണ്ടുവരാറുണ്ട്. ആർത്തവം, ആർത്തവ ക്രമക്കേടുകൾ, ഗർഭകാലം, പ്രസവം എന്ന അവസ്ഥകളിൽ നട്ടെല്ലിന് അധിക സമ്മർദ്ദവും അനുബന്ധ പേശികൾക്ക് അമിതമായ സങ്കോചവും ഉണ്ടാകുന്നതിനാലാണ് നടുവേദന ഉണ്ടാകുന്നത്. പ്രസവശേഷം ഉദരപേശികൾക്ക് അയവുണ്ടാകുന്നതും ഗർഭാശയം വേണ്ടത്ര ചുരുങ്ങാതിരിക്കുന്നതിനാലും നട്ടെല്ലിന്റെ പുറത്ത് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരിൽ ശരിയായ പോഷണം ലഭിക്കാത്തതുമൂലം ശരീരത്തിന് കാൽഷ്യത്തിന്റെ അളവ് കുറയുകയും അത് അസ്ഥിക്ഷയത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായും കടുത്ത നടുവേദന സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട്. ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകളുടെ ഹോർമോണുകളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന മാറ്റം എല്ലിന്റെ തേയ്മാനം വേഗത്തിലാക്കുന്നു. ശരീരത്തിന്റെ ഭാരം താങ്ങുന്ന നട്ടെല്ല്, അരക്കെട്ട്, കാലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നത്. 65 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ നടുവേദനയ്ക്കുള്ള പ്രധാന കാരണം ഇതാണ്. ചിലരിൽ ജന്മനായുള്ള വൈകല്യങ്ങൾ, അതായത് സ്കോളിയോസിസ് പോലുള്ള നട്ടെല്ലിന്റെ വളവ് എന്ന് പറയുന്ന അവസ്ഥ, മറ്റ് ഘടനാപരമായ പ്രശ്നങ്ങൾ എന്നിവ നടുവേദനയ്ക്ക് കാരണമായി തീരുന്നു. നടുവേദനയുടെ മറ്റൊരു കാരണം ഇൻഫെക്ഷൻ അഥവാ അണുബാധയാണ്. ഹെർപ്പിസ് വൈറസ്, നട്ടെല്ലിലെ ക്ഷയരോഗം എന്നിവയിലും അതികഠിനമായ നടുവേദന ഉണ്ടാകാറുണ്ട്. അത്തരം വേദന വിശ്രമം കൊണ്ട് കുറയുകയില്ല. മാത്രമല്ല, ശരീരത്തിന്റെ ചലനത്തിനും ഒരു പോസ്ചറിലും ഒന്നും തന്നെ ആ വേദനയുടെ സ്വഭാവത്തിൽ മാറ്റം വരികയുമില്ല. ഇൻഫെക്ഷന്റെ എല്ലാ ലക്ഷണങ്ങളും ഇത്തരം നടുവേദനയിൽ കൂടെ കാണുകയും ചെയ്യും. ഉദാഹരണത്തിന് കഠിനമായ പനി മുതലായ ലക്ഷണങ്ങൾ. ഇന്റർവെർട്ടബിൾ ഡിസ്ക് പ്രൊലാപ്സ് അഥവാ IVDP എന്നുള്ള കണ്ടീഷൻ നേരത്തെ പറഞ്ഞതുപോലെ കശേരുക്കളുടെ ഇടയിലുള്ള ഡിസ്കുകളുടെ സ്ഥാനഭ്രംശമാണ്. അതായത് ആ ഡിസ്കിന്റെ സ്ഥാനചലനം നാഡികൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കുമ്പോഴാണ് വേദന ഉണ്ടാകുന്നത്. ആ വേദന കാൽമുട്ടുകളുടെ താഴ്ഭാഗത്തേക്ക് കൂടി വ്യാപിക്കുകയും ചുമയ്ക്കുക, തുമ്മുക, മലശോധനയ്ക്കായി മുക്കുക എന്നീ അവസ്ഥകളിൽ അധികരിക്കുകയും ചെയ്യുന്നു. വളരെ തീവ്രമായും കുത്തിനോവിക്കുന്ന തരത്തിലുള്ള വേദനയായിരിക്കും ഈ അവസ്ഥയിൽ ഉണ്ടാകുന്നത്. സ്ഥാനഭ്രംശം വന്ന കശേരുക്കൾ നാഡികളിൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദത്തിന്റെ കാഠിന്യമനുസരിച്ച് കാലുകളിൽ തരിപ്പ്, തൊട്ടാലറിയായിക, ബലക്ഷയം എന്നിവ കൂടി ലക്ഷണങ്ങളായി കണ്ടുവരാറുണ്ട്. ഇതുമാത്രമല്ല, ഓസ്റ്റിയോമലേഷ്യ അതായത് മുതിർന്നവരിലെ റിക്കറ്റ്സ് എന്ന് പറയുന്ന കണ്ടീഷനിൽ വൈറ്റമിൻ, കാൽഷ്യം എന്നിവയുടെ കുറവ് മൂലം അസ്ഥികൾ ക്ഷയിച്ച് കട്ടി കുറഞ്ഞു പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. ഇത് പ്രത്യേകിച്ചും വൈകല്യവും വേദനയും ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അസ്ഥികളെ ബാധിച്ചുണ്ടാകുന്ന പലതരം ക്യാൻസറുകൾ, മുഴകൾ മുതലായവയിൽ ശക്തിയായ നടുവേദന ഉണ്ടാകാറുണ്ട്. അതിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കു കൂടി വേദന വ്യാപിക്കുക, ശരീരത്തിന്റെ ഭാരം കുറയുക തുടങ്ങിയ അനേകം ലക്ഷണങ്ങളും നടുവേദനയോടൊപ്പം കാണുന്നു. കുടലിലുണ്ടാകുന്ന ക്യാൻസർ, ഗർഭാശയത്തിലും അണ്ഡാശയങ്ങളിലും ഉണ്ടാകുന്ന മുഴകൾ, വൃഷണഗ്രന്ഥിയിലുണ്ടാകുന്ന ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ അനുബന്ധമായും നടുവേദന ഉണ്ടാകാറുണ്ട്. നട്ടെല്ലിനെ ബാധിക്കുന്ന സേക്രോഇലിയൈറ്റിസ്, സ്പോണ്ടിലൈറ്റിസ് എന്നീ രോഗങ്ങളുടെ അനുബന്ധമായി
നടുവേദന ഉണ്ടാകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വിശ്രമിച്ച ശേഷവും നടുവിന് നല്ല പിടുത്തം അനുഭവപ്പെടുന്നു. വിശ്രമിക്കുമ്പോൾ വേദന കുറയുകയും വീണ്ടും പ്രവൃത്തി ചെയ്യുമ്പോൾ വേദന അധികരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഉദരസംബന്ധമായ രോഗങ്ങളിൽ നടുവേദനയ്ക്കൊപ്പം അരുചി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ എന്നീ ലക്ഷണങ്ങൾ കൂടി ഉണ്ടാകുന്നു. ഗർഭാശയകലയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അഥവാ എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥ, വൃക്കരോഗങ്ങൾ എന്നിവയുടെ അനുബന്ധമായിട്ടും നടുവേദന ഉണ്ടാകാം. പൊതുവെ അരക്കെട്ടിന് വേദന, പിടുത്തം, നേരെ നിവർന്നു നിൽക്കുവാനുള്ള പ്രയാസം, വശങ്ങളിലേക്ക് തിരിയുമ്പോൾ വേദനയും പേശികൾക്ക് സങ്കോചവും, മലർന്നു കിടന്ന് കാലുകൾ ഉയർത്തുമ്പോൾ നടുവിന് വേദനയും പിടുത്തവും എന്നിവ എല്ലാതരം നടുവേദനയിലും കാണുന്ന സാമാന്യ ലക്ഷണങ്ങളാണ്. നിൽക്കുവാനും നടക്കുവാനും ഇരിക്കുവാനും പ്രയാസം, നട്ടെല്ലിന്റെ ഭാഗത്ത് ചുവപ്പ് നിറം, ചൂട് എന്നിവയും നടുവേദനയിൽ കാണപ്പെടുന്നു. രോഗിയെ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഉചിതമായ രക്തപരിശോധനകൾ, എക്സ്റേ, CT, MRI സ്കാൻ മുതലായ പരിശോധനകളിലൂടെയും ബോൺ മിനറൽ ഡെൻസിറ്റി അറിയുന്നതിലൂടെയും രോഗം കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇനി നടുവേദന വരാതിരിക്കാനായിട്ടുള്ള ചില മുൻകരുതലുകളെപ്പറ്റി പറയാം. എല്ലുകളുടെയും മാംസപേശികളുടെയും ബലം വർദ്ധിക്കുന്ന വിധത്തിൽ ശരീരപ്രകൃതിക്കും പ്രായത്തിനും അനുസരിച്ച് ജോലി സ്വഭാവം കൂടി കണക്കിലെടുത്ത് സ്ഥിരമായ വ്യായാമം ശീലിക്കേണ്ടതാണ്. ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയാത്ത തരത്തിൽ സന്ദർഭോചിതമായി പാല്, വെണ്ണ, തൈര്, ഇലക്കറികൾ തുടങ്ങി കാൽഷ്യം കൂടുതലുള്ള ആഹാരങ്ങൾ ശീലമാക്കുക. ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ D ലഭിക്കുന്നതിന് മൃദുവായ സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. വീഴ്ച, ഉളുക്ക് മുതലായവ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണ് ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പൊക്കമുള്ള തലയിണകൾ ഒഴിവാക്കുവാൻ ശീലിക്കുക. നടുവേദന ഉള്ളവർ മരക്കട്ടിൽ കിടക്കുന്നതാണ് നല്ലത്. തുടർച്ചയായി ഇരുന്ന് ജോലികൾ ചെയ്യുമ്പോൾ നടു നിവർന്നിരുന്ന് പാദങ്ങൾ ലംബമായി നിലത്തുറപ്പിച്ച് വച്ചിരിക്കണം. നടു കുനിയാതെ നിവർന്നിരിക്കത്തക്ക വിധം മേശയും കസേരയും തമ്മിൽ അകലം ക്രമീകരിക്കുകയും വേണം. ഒരേ തരത്തിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. അരമണിക്കൂർ കൂടുമ്പോൾ അല്പനേരം നടക്കുകയും കൈയും കാലും ഇളക്കുന്നതും നടുവിന്റെ സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായകമാകും. അരയുടെ ഭാഗം വളച്ച് വശങ്ങളിൽ നിന്ന് ഭാരമുള്ളവ ഉയർത്തുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഭാരമുള്ള സാധനങ്ങൾ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ഉയർത്തുന്നതും മുട്ട് കുത്തി നിന്നുകൊണ്ട് ഭാരം ഉയർത്തുന്നതും നട്ടെല്ലിന്റെ സമ്മർദ്ദത്തെ കുറയ്ക്കുന്നു. കിടക്കുമ്പോൾ കിടക്കയിൽ ഇരുന്ന ശേഷം കാൽമുട്ടുകൾ മടക്കി ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടക്കുക. പിന്നീട് മലർന്ന് കൈകാലുകൾ നിവർത്തി വയ്ക്കാവുന്നതാണ്. ഉയരത്തിന് ആനുപാതികമായി വേണം ശരീരഭാരം നിലനിർത്തേണ്ടത്. പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ ഒഴിവാക്കുക. മാനസിക സംഘർഷം കുറയ്ക്കുവാൻ സഹായിക്കുന്ന യോഗാസനങ്ങൾ വിദഗ്ധ ഉപദേശപ്രകാരം തിരഞ്ഞെടുത്ത് ശീലിക്കേണ്ടതാണ്. മലമൂത്ര പ്രവൃത്തിയും യഥാസമയം ചെയ്യേണ്ടതാണ്. ഭക്ഷണത്തിൽ പച്ചക്കറികൾ, പ്രത്യേകിച്ചും നാരുള്ള പച്ചക്കറികൾ കൂടുതലായി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇത് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കുന്നു. തവിട് കളയാത്ത ധാന്യങ്ങൾ, ദ്രവാംശം കൂടിയതും ചെറു ചൂടോടുകൂടിയും പാകപ്പെടുത്തി ഉപയോഗിക്കുന്ന കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. മോര് നിത്യേന ഉപയോഗിക്കാൻ നല്ലതാണ്. കഴിയുന്നതും നടുവേദനയുള്ള രോഗികൾ മലബന്ധത്തെ കുറയ്ക്കുവാനായി ആഹാരം ക്രമീകരിക്കണം. മലബന്ധം തുടർന്നു നിൽക്കുന്നത് അർശോരോഗത്തിന് കാരണമാകുന്നു. അർശോരോഗികൾക്ക് നടുവേദന ഒരു പ്രധാന ലക്ഷണം കൂടിയാണ്. സ്വഭാവമനുസരിച്ച് രോഗകാരണങ്ങളെ ഒഴിവാക്കലാണ് ചികിത്സയുടെ പ്രാഥമികവും പ്രധാനവുമായ ലക്ഷ്യം. ശരിയായ ആഹാരരീതി, ശരിയായ വിശ്രമം, വ്യായാമം, ഉറക്കം ഇവ ശീലിക്കുകയും എല്ലാ കാര്യത്തിലും ഒരു മിതത്വം പാലിക്കുകയും ചെയ്യുന്നതാണ് നിദാന പരിവർജനം അഥവാ കാരണങ്ങളെ ഒഴിവാക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയാസം കൊണ്ടുണ്ടാകുന്ന നടുവേദന കിടന്ന് വിശ്രമിക്കുന്നത് കൊണ്ട് തന്നെ കുറയുന്നു. വിശ്രമത്തോടൊപ്പം വേദനയുള്ള ഭാഗങ്ങളിൽ വാതഹരമായ തൈലങ്ങൾ ഉപയോഗിച്ച് ചൂട് പിടിപ്പിച്ചതിനു ശേഷം വിയർപ്പിക്കുന്നതുകൊണ്ട് ആശ്വാസം ലഭിക്കുന്നു. ആയുർവേദത്തിൽ വിവിധതരം ചികിത്സാ പ്രയോഗങ്ങൾ നടുവേദനയിൽ ചെയ്തുവരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് കടീവസ്തി, പിജു, മാത്രാവസ്തി, അവഗാഹസ്വേദം, പഞ്ചകർമ്മങ്ങൾ ഉൾപ്പെട്ട കഷായവസ്തി, വിരേചനം എന്നിവ. നടുവേദനയെ ഒരു നിസ്സാര രോഗമായി തള്ളിക്കളയാതെ കാരണം കണ്ടുപിടിച്ച് കൃത്യമായ ചികിത്സ നൽകുകയാണെങ്കിൽ പൂർണ്ണമായും ഭേദപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു രോഗമാണ്. നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാരമാർഗങ്ങളും കല്ലിയൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദുജി കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.